Welcome to day 4 in Mallorca. നമുക്ക് മയോർക്കയിലെ ഞങ്ങളുടെ 4ാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ കണ്ടാലോ. മയോർക്കയിലെ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബീച്ചസ് ഒക്കെയുള്ള കാല ഡിയോർ ഏരിയ ആണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇന്നത്തെ മെയിൻ ആക്ടിവിറ്റി 3 hours വരുന്ന ഒരു ഡോൾഫിൻ വാച്ചിങ് ക്രൂസ് ട്രിപ്പാണ്. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. അത് കഴിഞ്ഞ് ഇവിടെയുള്ള പോപ്പുലർ ബീച്ചസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് നല്ല ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ബീച്ച് ടൈം എൻജോയ് ചെയ്ത് നല്ലൊരു ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇന്ന് ഡോൾഫിൻ ക്രൂസ് ട്രിപ്പ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു മോട്ടിവേഷനിൽ രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി കാല ഡിയോർ ഏരിയയിലേക്ക് വന്നു. Hey, good morning from Cala Dior in Mallorca. ഇന്ന് ഞങ്ങൾ കുറച്ച് അധികം ആക്ടിവിറ്റീസ് കവർ ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി. ആൻഡ് ഒരു 9 മണിയായപ്പോൾ തന്നെ കാല ഡിയോറിലെത്തി. ഇവിടെ മയോർക്കയിൽ ഒത്തിരി എടുത്ത് കാണാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ ഹെയർ ബ്രൈഡിങ്. ഇറ്റ്സ് ലൈക്ക് കളർഫുൾ ത്രെഡ്സ് ഒക്കെ വെച്ചിട്ട് ഹെയർ ബ്രൈഡ് ചെയ്ത് കൊടുക്കും. ആൻഡ് ഒരു ബീച്ച് വൈബിന് വേണ്ടി അവർക്കെല്ലാം വെല്ലുവിളി ആയിക്കൊണ്ട് നമ്മളുടെ സി ജാക്കോ അവരുടെ പണി കളയോ. ആൻഡ് സി ഇതാണ് പ്രൊഫഷണൽ ബ്രൈഡിങ്. മോം തിങ്സ്. ഒരിച്ചിരി നൂലും കൂടെ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയി. ഇന്നലത്തെ ബീച്ചിലെ കണ്ടിട്ട് തന്നെ ഏതാണ്ട് അതുപോലെ തന്നെ ഉണ്ടല്ലേ. അതേപോലത്തെ. ഹലോ, വെൽക്കം ടു ഡേ 4 ഇൻ മയോർക്ക. നമ്മളിന്ന് വന്നേക്കുന്നത് കാല ഡിയോർ എന്ന് പറയുന്ന പ്ലേസിലാണ്. നമ്മൾ അവിടെ നിന്ന് ഒരു ടാക്സിയും പിന്നെ 2 ബസ്സും ഒക്കെ എടുത്ത് ഇവിടെ എത്തി. ഏർലി മോർണിംഗ് ഒരു 7 ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒരു ടാക്സിയും 2 ബസ്സും ഒക്കെ എടുത്താണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കിവിടെ ഒരു 10:45 ഒരു ആക്ടിവിറ്റി ബുക്ക്ഡാണ്. ഞങ്ങൾ ബുക്ക് ചെയ്തു ഇന്നലെ. അപ്പോൾ അതൊരു ഡോൾഫിൻ വാച്ചിങ് ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അവർ 2 ടൈമാണുള്ളത്. ഒന്ന് 10:45 പിന്നെ ഒന്ന് 2 കാല ഡിയോർ എന്ന് പറയുന്ന പ്ലേസിലാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് കാല ഡിയോർ ആണെന്ന് തോന്നുന്നു. കാല ഡിയോർ എന്ന പ്ലേസിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഡോൾഫിനെ കാണാൻ പറ്റുമോ എന്നറിയില്ല, നോക്കണം. അന്നോട് പറഞ്ഞിട്ടില്ല. മേ ബി ഇനി കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് വിഷമാവുമല്ലോ, അതുകൊണ്ട് പിന്നെ അന്നോട് അധികം പറഞ്ഞിട്ടില്ല. സോ നോക്കാം നമുക്ക് ഇന്ന് ഡോൾഫിനെ കാണാൻ പറ്റുമോ നോക്കാം. ഗുഡ് മോർണിംഗ്. കടകളൊക്കെ തുറക്കുന്നേ ഉള്ളൂ. ഈ കാല ഗ്രാൻഡിലാണ് ഈ ഡോൾഫിൻ വാച്ചിങ് ട്രിപ്പിൻ്റെ ഒരു പിക്കപ്പ് പോയിൻറ്റ്. സോ കാല ഗ്രാൻഡാണ് ഈസിലി ആക്സസബിൾ. സോ ഞങ്ങൾ കാല ഗ്രാൻഡാണ് കൊടുത്തത്. ആൻഡ് വി ആർ ഓൾമോസ്റ്റ് ദെയർ, റീച്ചിങ് ഇൻ ഫ്യൂ മിനിറ്റ്സ്. മിക്ക കടകളും തുറക്കുന്നേ ഉള്ളൂ. എങ്കിലും തുറന്ന കടകളിലൊന്നും എത്തി നോക്കിയില്ലെങ്കിൽ എന്താ ഒരു രസമല്ലേ. Yeah, you had that, right? Yeah. Oh. But without having teeth. Okay. Mama, what are you buying? Hey guys, started shopping in the morning? Yes, already. ഇവിടെ അല്ലേ നല്ല രസമാണ്. നമ്മുടെ നാട്ടിൽ ടി വി ലൈവ് പോലെയൊക്കെ കിട്ടുന്ന സാധനം. പക്ഷെ But then this is all white. ബ്ലൂ വേണമെന്നായിരുന്നു, ബ്ലൂ കിട്ടിയില്ല. അതിൻ്റെ സൈസിന് ഗ്രീൻ ആണ്. Okay. But still. This is my favorite. And they have a little eyeball on it. Yeah.
ബ്യൂട്ടിഫുൾ ബീച്ച്. നടന്നോ? ഒത്തിരി അൺസർട്ടനിറ്റീസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഡോൾഫിൻസിനെ കാണാൻ പോകുന്ന കാര്യം അന്യനോട് പറഞ്ഞിട്ടില്ല. ഒരു സർപ്രൈസ് ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. Dolphin! അന്നു A surprise boat Boat ride? and a dolphin. Yes. Excited? Yeah, Happy? yeah. കുറേ ബീച്ചസ് ഉള്ള ഒരു ഏരിയ ആണ് കാലാഡിയോർ. അതിൽ ഏറ്റവും തിരക്കുള്ള ബീച്ചാണിത്. കാല ഗ്രാൻഡ്, പിന്നെ കാല എസ്മറാൾഡ, കാല പെറ്റിറ്റ, അങ്ങനെ ഒരു 2-3 കൂടെയുണ്ട്. We are in Cala Grande. Can we have ice cream or something? Yeah. Or crepe? Crepe with Nutella? But it looks like cola, right? ഡോൾഫിൻ ക്രൂസ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ടൈം കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു കഫേയിൽ കയറി. ഇനി നമുക്ക് കാല ഗ്രാൻഡ് ഭംഗിയുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. മയോർക്കയിൽ നമ്മൾ ഇതുവരെ പോയ ബീച്ചസ് പോലെയല്ല ഇവിടുത്തെ ബീച്ചസ്. നല്ല ടർക്കിഷ് ബ്ലൂ കളർ വെള്ളവും ഷാലോ ഡെപ്തൊക്കെ ആയിട്ട് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാൻ തോന്നിക്കുന്ന ടൈപ്പ് ബീച്ചസ് ആണ് ഇവിടെ. ഇതാണ് Cala Grande. I heard this is one of the best beaches in this area. ഡോൾഫിൻ ക്രൂസ് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റിയൊരു ബീച്ച്. അപ്പോൾ ആസ് വി പ്ലാൻഡ് നമ്മൾ കാലാഡിയോറിലെ കാല ഗ്രാൻഡിൽ എത്തിയേക്കുവാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ബോട്ട്, ഐ തിങ്ക് അതാണ് ബോട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. ഒരു ബോട്ട് വരുന്നുണ്ട്, നോക്കാം. അപ്പം നമുക്കിനിയും ഒരു 15 മിനിറ്റ് ഉണ്ട് നമ്മളിവിടെ. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിവിടെ ഇരിക്കുവാണ്. കുറച്ച് നല്ല രസമുള്ള ബീച്ചാണ് ഏതാണ്ട് എല്ലായിടത്തും. ആൻഡ് ഓൾസോ ഓൾമോസ്റ്റ് എല്ലാ ഫ്രെയിമിലും നമുക്ക് ഒരു പാം കാണാൻ പറ്റും. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ദിസ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ. ആൻഡ് നമ്മുടെ ബോട്ട് വരുവാണ്, നമുക്ക് ബോട്ട് കാണാം. ബോട്ടിലാണ് നമ്മൾ പോകുന്നത് ഡോൾഫിൻ വാച്ചിന്. സ്റ്റാർഫിഷ് എന്നാണ് ബോട്ടിൻ്റെ പേരല്ലേ. ഗ്ലാസ് ബോട്ടം ബോട്ട്. നല്ല രസമല്ലേ കാണാൻ. നമുക്കിനി ഈ സ്റ്റാർഫിഷ് ബോട്ടിൽ കയറി ഡോൾഫിൻസിനെ കാണാൻ പോവാം. മയോർക്കയിലെ കാലാഡിയോർ ഏരിയയിൽ വന്നാൽ ചെയ്യാൻ പറ്റിയ ഒരു ആക്ടിവിറ്റിയാണ് ഈ ഒരു ഡോൾഫിൻ ക്രൂസ്. സ്റ്റാർഫിഷ് എന്ന ഒരു സർവീസിൻ്റെ ഏകദേശം 3 hours വരുന്ന ഒരു ക്രൂസാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. കാല ഗ്രാൻഡ് എന്ന ഈ ഒരു ബീച്ചാണ് ഞങ്ങൾ പിക്കപ്പ് ലൊക്കേഷനായിട്ട് ചൂസ് ചെയ്തത്. വേറെയും 2-3 പിക്കപ്പ് പോയിന്റ്സ് അവർക്കുണ്ട്.
കയറി. ഇനിയിപ്പം ഏതുവരെ പോകണം എന്നറിയില്ല ഡോൾഫിൻ കാണാനായിട്ട്. നമ്മൾ അകത്താണ് ഒരു സീറ്റിൽ ഇരിക്കുന്നത്. ബോട്ടിലാണ്. ഡോൾഫിനെ കാണാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ അതിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുവാണ്. നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ അല്ലേ, നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഡോൾഫിനെ കാണാം. ബോട്ടാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവരെ. എന്ത് വേണമെങ്കിലും പേ ചെയ്ത് കഴിക്കാം, വച്ച് കഴിക്കാം. അടിയിലൊരു അടിപൊളി സാധനമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാവേ. അത് സൂപ്പറാണ്. ആക്ച്വലി ഇവിടെ ഒരു വഴിയുണ്ട് അണ്ടർഗ്രൗണ്ടിലോട്ട്. അണ്ടർഗ്രൗണ്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇൻ കേസ് നമ്മൾ ഡോൾഫിനൊക്കെ സ്പോട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ കാണാൻ പറ്റും. അത് രസമല്ലേ? ഇത് വെള്ളം ഇങ്ങനെ ഡോൾഫിനൊക്കെ ഇപ്പൊ ഒന്നും കാണുന്നില്ല. അതുപോലെ രണ്ട് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഡോൾഫിൻ വാച്ചിന് പോകുന്ന ബോട്ടിന്റെ നടുക്ക് ഇങ്ങനെ ഗ്ലാസ് ഇതാണ് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അടിയിൽ ഇങ്ങനെ വെള്ളം. ഇത് വെള്ളമാണ് കേട്ടോ. വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് വെള്ളമാണ്. ഇതിങ്ങനെ ഈ ലെവൽ വരെ ഉണ്ട് വെള്ളം. വേണമെങ്കിൽ ഒരുപാട് എണ്ണത്തിനെ കാണുവാണെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് വീഡിയോ എടുക്കാം. നോക്കാം എല്ലാം. കാറ്റമറൻ എന്നാണ് ഇങ്ങനത്തെ ബോട്ട്സിനെ വിളിക്കുന്നത്. ഇതിന്റെ ബേസ്മെന്റിലുള്ള ഗ്ലാസ് ബോട്ടം വ്യൂയിങ് ഏരിയ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഈ ഷിപ്പിൽ ഒരു അപ്പർ ഡെക്ക് കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്കിന്നിന് വെയിൽ അത്ര പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ താഴത്തെ ഫ്ലോറിൽ തന്നെയാണ് സീറ്റ് പിടിച്ചത്. ഈ ആക്ടിവിറ്റി ഞങ്ങൾ ചെയ്യുന്നത് മയോർക്കയിലെ ഞങ്ങളുടെ 4th ഡേയിലാണ്. മറ്റു ദിവസങ്ങളിലെ വിശേഷങ്ങളൊക്കെ ഡേ വ്ളോഗ്സ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. കുറേ ലേക്ക് ആൻഡ് റിവർ ക്രൂസിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതുപോലെ കടലിലൊരു ക്രൂസിന് പോകുന്നത്. അതിൻ്റെയും പിന്നെ ഡോൾഫിനെ കാണുന്ന എക്സൈറ്റ്മെന്റും ഒക്കെ നല്ല പോലെയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കാലാഡിയോറിലെ മറ്റ് പിക്കപ്പ് പോയിന്റ്സിലെല്ലാം പോയി ടൂറിസ്റ്റിനെ പിക്ക് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോഴാണ് ശരിക്കുള്ള ക്രൂസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മത്തി അയില മത്തി ഇത് വേറെന്തോ അയിലമത്തി ചൂരുകാരി കണവകിളിമ കൂരുകരിമി മറ്റവാളത്താലോലി ഹെവിയാണ്. ഡോൾഫിനെ കാത്ത്
ഡോൾഫിൻ വ്യൂയിങ് മാത്രമല്ല ഈ ടൂറിന്റെ പ്രത്യേകത. ഒരു സ്പോട്ടിൽ കൊണ്ടുവന്ന് ബോട്ട് നിർത്തി കുറേ നേരം കുറേ വാട്ടർ സ്പോർട്സിനുള്ള അറേഞ്ച്മെന്റ്സും ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. വന്നവരിൽ കുറേ പേര് സ്വിം സൂട്ടൊക്കെ ഇട്ട് വെള്ളത്തിലേക്ക് ചാടി കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു. ഞങ്ങൾക്ക് കടലിൽ ചാടിയുള്ള ആക്ടിവിറ്റീസിനൊന്നും പ്ലാൻ ഇല്ലാതിരുന്നതുകൊണ്ട് ഞങ്ങൾ ഡെക്കിൽ തന്നെ ഇരുന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിച്ചു. Hey guys. Wow. അങ്ങനെ അതും കൂടെ കഴിഞ്ഞ് പിന്നെ നടുകടലിലേക്ക് ഒറ്റ പോക്കായിരുന്നു. കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പോൾ 1-2 ഡോൾഫിൻസിനെയൊക്കെ കണ്ടു തുടങ്ങി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അവിടെ ഇവിടെയും അടുത്തും അകലെയും ഒക്കെ ഡോൾഫിൻസിനെ കണ്ടു. Can you see them?
എന്തായാലും കണ്ണ് നിറയെ ഡോൾഫിൻസിനെ കണ്ട് ഞങ്ങളും അന്യവും ബോട്ടിലുള്ളവരും എല്ലാവരും ഹാപ്പിയായി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു ഫിഷിംഗ് ബോട്ടിൻ്റെ അടുത്തെത്തി. പിന്നെ കുറേ നേരം അവർ മീൻ പിടിക്കുന്നതും ബോട്ടിലേക്ക് കയറ്റുന്നതും സോർട്ട് ചെയ്യുന്നതും ഒക്കെ നോക്കി നിന്നു. കാഴ്ചക്കാരെ എൻ്റർടൈൻ ചെയ്യാനുള്ള കുറച്ച് പരിപാടികളും ഈ ഫിഷിംഗ് ബോട്ടുകാർ ചെയ്യുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഇത് വന്നാലോ എടുത്തറിയുമോ? അങ്ങനെ വന്ന കാര്യമൊക്കെ കഴിഞ്ഞു. എല്ലാ ഡ്രോപ്പ് പോയിന്റ്സിലും തിരിച്ച് ആൾക്കാരെ ഇറക്കി ബോട്ട് കാല ഗ്രാൻഡിലേക്ക്. ഞങ്ങൾ ഇത്തവണ കാല എസ്മറാൾഡ എന്ന ബീച്ചിൻ്റെ അടുത്തുള്ള ഡ്രോപ്പ് പോയിന്റിലാണ് ഇറങ്ങിയത്. നമുക്കിനി മയോർക്കയിലെ 2 ഫേമസ് ബീച്ചസ് എക്സ്പ്ലോർ ചെയ്താലോ? കാല എസ്മറാൾഡ ആൻഡ് കാല ഗ്രാൻ. എവിടെന്നെങ്കിലും നല്ല ഒരു ലഞ്ച്, പിന്നെ കുറച്ച് ഷോപ്പിംഗ്, ബീച്ചിൽ കുറച്ച് ഫൺ ടൈം. ഇതാണ് അടുത്ത പരിപാടികൾ. അപ്പോൾ ഡോൾഫിൻ വാച്ചിങ് ഒക്കെ അടിപൊളിയായിരുന്നു. ഒരുപാട് ഡോൾഫിൻസ് ഒന്നും ഇല്ലെങ്കിലും ആക്ച്വലി ഡോൾഫിനെ കാണാൻ പറ്റി. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇൻ കേസ് ഇന്നത്തെ ദിവസം ഒന്നും കണ്ടില്ലെങ്കിൽ അത് വിഷമാവുമല്ലോ. നമ്മൾ ഇത്രയും ഒക്കെ ചിലവാക്കി ഇത്രയും പ്ലാനൊക്കെ ചെയ്ത് പോയിട്ട്. സോ ഞങ്ങൾക്കത് കാണാൻ പറ്റി. 3 പേർക്ക് 140 euros ആണ് ചാർജ് ആയത്. ആൻഡ് ഞങ്ങൾ കല ഗ്രാൻഡിനാണ് കയറിയത്. ഇപ്പോൾ കല എസ്മറാൾഡയിൽ വന്നിറങ്ങി. ഇതും ബ്യൂട്ടിഫുൾ ബീച്ചാണ്. അപ്പം അത് ഓൾറെഡി നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇവിടെയും കൂടി കണ്ടിട്ട് പോകുന്നത്. ഇതെല്ലാം അണ്ടർ കലാഡോറാണ്. കലാഡിയോറിൻ്റെ അണ്ടറിലാണ് ഇതെല്ലാം വരുന്നത്. സോ ഇതും ബ്യൂട്ടിഫുൾ ബീച്ചാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ആക്ച്വലി ഡോൾഫിനെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മറ്റേ ഈ നോർത്തേൺ ലൈറ്റ്സൊക്കെ കാണാൻ പോകുന്ന പോലെ അത് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷേ നമുക്കൊരു കുറച്ച് എണ്ണത്തിലെങ്കിലും കാണാൻ പറ്റി. ആക്ച്വലി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഡോൾഫിനെ. അന്നുവിനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അന്നുവിനതൊരു സർപ്രൈസ് ആയിരുന്നു. ഇങ്ങനെ അധികം പറഞ്ഞിട്ടില്ലായിരുന്നു. സോ അന്നു ഹാപ്പിയായി. ആക്ച്വലി അടിപൊളി ബോട്ടിംഗ് ആയിരുന്നു. ഇത്രയും അടിപൊളി ഒരു സ്പോട്ടിൽ വന്ന സ്ഥിതിക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തില്ലെങ്കിൽ അതൊരു വൻ നഷ്ടമാവും. സീയുടെ കളർ കണ്ടോ? നല്ല രസമില്ലേ? 2 ഷെയ്ഡ്. ഇവിടെ ഒരു ടർക്കീസ് ബ്ലൂ കളർ, ഇവിടെ ഒരു ടീലിഷ് കളർ. 2 കളർ മിക്സ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. ടീലാണെന്ന് തോന്നുന്നു. അങ്ങനെ 2 കളർ മിക്സ് ചെയ്താണ്. മിക്ക സ്ഥലത്തും നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയ ഈ 2 കളേഴ്സ്. ഇനി 2 കൂടെ ചേർന്നിട്ട് വേറൊരു കളർ. അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സമ്മറിൽ തന്നെ ഉള്ളൂ ഈ കളേഴ്സൊക്കെ. അതുകൊണ്ടാണ് എല്ലാവരും ഇത്രയും കഷ്ടപ്പെട്ടാണെങ്കിലും സമ്മറിൽ ഇവിടെ വരുന്നത്. നല്ല ഭംഗിയുള്ള ബീച്ചസാണ്. നമ്മൾ ഈ മറ്റേ മാൽദീവ്സിലേക്ക് കാണില്ലേ, അതുപോലെ തന്നെ അടിപൊളി ബീച്ചസാണ്. ഫുള്ള് വിത്ത് ലോട്ട്സ് ഓഫ് ആക്ടിവിറ്റീസ്. ഇവിടെ ഡോൾഫിൻ വാച്ചിങ് മാത്രമല്ല, സ്ക്യൂബ ഡൈവിങ്ങും സ്നോർക്കലിങ്ങും എല്ലാം ഉണ്ട്. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് അറിഞ്ഞൂടാത്തത്. പക്ഷേ നമുക്ക് കുഞ്ഞിനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. മേ ബി നെക്സ്റ്റ് ടൈം നമ്മൾ കുറച്ചുകൂടെയൊക്കെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമായിരിക്കും, അറിയില്ല, നോക്കാം. എന്തായാലും ഈ ബീച്ച് അടിപൊളിയാണ്. നല്ല രസമുണ്ട്. അധികം തിരക്കില്ല. ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. കളർ തന്നെ ഇതിൽ കാണാൻ പറ്റും. അത് നല്ല അടിപൊളി കളറാണ്. ഒരു ഫിൽറ്ററിൻ്റെ ഒന്നിൻ്റെ ആവശ്യമുള്ള സൂപ്പർ കളറാണ്.
അങ്ങനെ കാല എസ്മരാൾഡയുടെ ഭംഗി ആസ്വദിച്ച് നല്ലൊരു ലഞ്ച് കഴിക്കാമെന്ന് വെച്ച് ഒരു റെസ്റ്റോറൻറ്റിലെത്തിയപ്പോൾ ഒരു ട്വിസ്റ്റ്. അവിടെ കിഡ്സ് അലൗഡ് അല്ലാന്ന്. ഇവിടെ ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ബട്ട് വിശന്ന് വലഞ്ഞ് വന്നിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ വല്ലാതെ ഡിസപ്പോയിൻറ്റഡ് ആയി. അതുകൊണ്ട് ഞങ്ങൾ നേരെ കാല ഗ്രാൻഡിൽ തന്നെ തിരിച്ചെത്തി. അവിടെ ഒരു നൈസ് ബീച്ച് സൈഡ് റെസ്റ്റോറൻറ്റിൽ നിന്നാക്കി ലഞ്ച്. ഇന്നു ആദ്യമേ തന്നെ ഒരു ന്യൂട്രല്ല ക്രെപ്പ് വാങ്ങിക്കൊടുത്ത് ഹാപ്പി ആക്കിയ ശേഷം ഞങ്ങൾ വിഭവസമൃദ്ധമായ ഒരു ലഞ്ച് ഓർഡർ ചെയ്തു. Mama is still looking. ഒരു പേയും പിന്നെ ഒരു ഗ്രിൽഡ് പ്രോൺസും ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നീട് ഒരു 10-15 മിനിറ്റ്സ് പ്രോൺസുമായിട്ടൊരു മൽപ്പിടുത്തമായിരുന്നു. മീൻ കിള്ളാൻ അറിഞ്ഞൂടാത്ത എന്നെ പിടിച്ചു മുഴുവനെ മീൻ കൊണ്ട് തന്ന ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. എങ്ങനെ കഴിക്കും? കുറേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ലഞ്ച് കഴിഞ്ഞു. ഇനി ഈ കാലറീസ് ഒക്കെ ബേൺ ചെയ്യാൻ ബീച്ചിലേക്ക് പോവാം. ചെയ്യുന്നോ കാലാഗ്രൻ ബീച്ചിന്റെ തൊട്ടടുത്ത് കുറച്ച് പേര് ഹെയർ ബ്രീഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അന്ന് 2-3 ദിവസമായിട്ട് എന്നെ പറയുന്ന ഒരു സംഭവമാണിത്. എന്നാൽ പിന്നെ ഇവിടെ നിന്ന് തന്നെ അതങ്ങ് ചെയ്തേക്കാം എന്ന് വെച്ചു. സംഭവം വെരി സിമ്പിൾ പരിപാടിയാണെങ്കിലും ഇവർ നല്ല റേറ്റ് ആണ് പറയുന്നത്. പിന്നെ ചെറുതായിട്ടൊന്ന് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ഡിസൈനൊക്കെ ചൂസ് ചെയ്ത് ഞങ്ങൾ ഒരു ഡീൽ സെറ്റാക്കി പരിപാടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഈ ചേച്ചി ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാനും കൂടെ കൂടി. ഫാമിലി ബീച്ച് ടൈമാണ്. ആദ്യം അന്നുവിനെ ഒരു ബീച്ച് ഗേളാക്കി. പിന്നെ ഫുൾ ഫാമിലി ബീച്ച് വെയർ ഒക്കെ ഇട്ട് ഞങ്ങൾ കടലിലിറങ്ങി കുറേ ടൈം സ്പെൻഡ് ചെയ്തു.
ഇല്ലാത്ത നല്ലൊരു ഫാമിലി ഫ്രണ്ട്ലി ബീച്ചാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ആക്ടിവിറ്റി? ഇത് അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് ടൈം ഇനി കുറച്ചുകൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? സ്നോർക്കലിംഗ് ഒക്കെ അല്ലേ? ഇത് സ്ലൈഡ് ചെയ്ത് സ്വിം ചെയ്യുന്നത് അതൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. Mama, is it color? Anu, how did you like this dolphin trip? Go. നല്ല ബീച്ചസ് മാത്രമല്ല, ഇഷ്ടംപോലെ ഷോപ്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉള്ള ഏരിയ ആണ് കാലാഡിയോർ. കുറേ ഷോപ്സിലേക്ക് കയറി ഇറങ്ങി 1-2 ചെറിയ ഐറ്റംസ് ഒക്കെ വാങ്ങി ഞങ്ങൾ പാമയിലേക്ക് തിരിച്ചുപോയി. നൈറ്റ് പാമ ഏരിയയിലെ പാർട്ടി വൈബ്സ് ഒക്കെ വേറെ ലെവലാണ്. പിന്നെ നമ്മുടെ വൈബിന് പറ്റാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കറങ്ങി നടന്ന് ഡിന്നറൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഡേ 3 വിശേഷങ്ങൾ. ഡേ 4 വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.